എൻ്റെ പേര് ബാബു, ഭാര്യയുടെ പേര് രജനി. ഞങ്ങൾ കോഴിക്കോട് മുക്കം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നത്. 25 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഒത്തിരി മെഡിസിൻ കാര്യങ്ങൾ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ അവിടുന്ന് യൂട്രസ് നീക്കം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇവിടെ ചേച്ചിയുടെ മോള് ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞ് വന്ന് സാറിനെ കണ്ട് സാറ് ഞങ്ങളോട് ഇത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാം, നമുക്ക് 90% സാധ്യതകളൊക്കെ പറഞ്ഞ് ആ പ്രതീക്ഷയിൽ ഞങ്ങളോട് വന്ന് സാർ പിന്നെ അത് നല്ല ഇതായി ചെയ്ത് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ 3 മാസം പ്രഗ്നൻസിയാണ്. പറഞ്ഞത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കേസാണിത്, അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സാറ് 90% ഞങ്ങളോട് ഗ്യാരണ്ടി പറഞ്ഞ് അത് പ്രകാരം ഞങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് പിന്നെ ഓപ്പറേഷൻ ചെയ്തു. 2019 ഏപ്രിൽ 18 ഓപ്പറേഷൻ ചെയ്ത് അത് കഴിഞ്ഞ് 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ 2020 മാർച്ച് 19 IVF ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ 3 മാസം പ്രഗ്നൻസിയാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷമായി. അതിൽ പിന്നെ 24 വർഷവും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് നടന്നു തന്നെയായിരുന്നു. പല സ്ഥലത്തും കല്യാണം കഴിഞ്ഞ് ആ വർഷം മുതൽ തന്നെ ഞങ്ങൾ ചികിത്സയായിട്ട് നടക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ചെറിയ ഓരോ ലാപ്രോസ്കോപ്പി ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു എൻഡോമെട്രിയോസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനാണ് ലാപ്രോസ്കോപ്പി ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാം റെഡി ആവുമെന്നും പറഞ്ഞ ഡോക്ടർ വിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ സിസ്റ്റ് വരിക ചെയ്തത്. അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അത് തുറന്നിട്ടുള്ളതാണ് ചെയ്തത്. പിന്നെ അത് ശരിയാവുമെന്നും പറഞ്ഞു, മെഡിസിനൊക്കെ തന്നു വിട്ട്. പിന്നെ ഈ സിസ്റ്റ് പിന്നെയും വന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ അത് ഒഴിവാക്കി, ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒഴിവാക്കി വേറെ ആയുർവേദവും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും നോക്കി. എന്നാലും പിന്നെ അതിലൊന്നും ഒരു മാറ്റവും വന്നില്ല. ഇത് ചെറിയ തോതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാത്രം. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ഹോമിയോ ചെയ്തു. ഹോമിയോയിൽ ഒത്തിരി നാൾ കഴിച്ചു ഹോമിയോ. പിന്നെ അത് ചെന്നപ്പം തന്നെ ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ മരുന്ന് കഴിച്ച് ലാസ്റ്റ് 1 വർഷം ഞങ്ങൾ തുടർന്ന് അത് തന്നെ കഴിച്ചു. അപ്പോൾ അത് ഫൈബ്രോയിഡ് വലുതായി. അപ്പോൾ അവർ പറഞ്ഞു ഇതിനി ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ വേറെ ഒന്നൊരു പിന്നെ പ്രതിവിധി ഇതിനില്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാരെല്ലാവരും കൂടി ഞങ്ങളെ ഒരുപാട് വഴക്ക് പറയുക ചെയ്തത്. ഇത്രയും വലിയൊരു ഫൈബ്രോയിഡ് വെച്ച് എങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവുക, അതുകൊണ്ട് ഇത് ഫൈബ്രോയിഡും ഈ യൂട്രസും നീക്കം ചെയ്യേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ ഇതിലൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് OP വന്ന് കാണിച്ചിട്ട് പിന്നെ ഓപ്പറേഷത്തിനുള്ള ഒരുക്കത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റീൻ്റെ എല്ലാ ചികിത്സയും അവിടെ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോഴാണ് പിന്നെ ചേച്ചീൻ്റെ മോള് ചങ്ങനാശ്ശേരിയുള്ള അബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ സാം ഡോക്ടറുണ്ട്, അവിടേക്ക് വിളിച്ച് പിന്നെ ഫോണിൽ യൂട്യൂബിൽ TV-യിലുള്ള പരിപാടിയോ എന്തോ സാറിൻ്റെ പരിപാടി കണ്ടിട്ടാണ് വിളിച്ചത്. അങ്ങനെ മോള് വിളിച്ച് അപ്പോൾ സാറ് ഫോണെടുത്തു. സാറ് പറഞ്ഞു അവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഈ സാം ഡോക്ടറെ അടുത്തെത്തുന്നത്. അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സമാധാനമാണ് കിട്ടിയത്. കാരണം ഞങ്ങൾ അടച്ചു വെച്ചൊരു അധ്യായമാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് തുറന്ന് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും പേടിക്കാനില്ല, 90% ഞങ്ങൾക്ക് ഉറപ്പ് തന്ന് 10% അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ ചിലപ്പോൾ യൂട്രസ് ഒഴിവാക്കേണ്ടി വരും, അല്ലാതെ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിന് തയ്യാറായി. ഡോക്ടർ അവിടുന്ന് സാധിക്കാത്തൊരു കാര്യം ഇവിടെ ഒന്ന് സാറ് സാധിച്ചു തന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് IVF ചെയ്തു. ഇപ്പം 3.5 മാസം ആയി IVF ചെയ്ത്. അപ്പോൾ ഒത്തിരി വലിപ്പമുള്ളൊരു പിന്നെ ഫൈബ്രോയിഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാറ് അത് ഒരുപാട് വലിപ്പമുണ്ട്, ഒരു 3 എണ്ണമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഞങ്ങൾക്ക് വിജയമാക്കി തന്ന്. അതുകൊണ്ട് ഇനിയിപ്പം പിന്നെ ഇത്രയും ഈ പ്രഗ്നൻസി കിട്ടി 3.5 മാസമായി. അതുകൊണ്ട് പിന്നെ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ഡോക്ടർമാരും ചുറ്റും കൂടി ഇരുന്നിട്ട് പിന്നെ
ഇത് എന്താ ഇങ്ങനെ അങ്ങനെ പിന്നെ ഇതിന് പ്രഗ്നൻസി കിട്ടൂല, അങ്ങനെയാണ് പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യണം എന്തായാലും. അപ്പം അടുത്ത OP വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണതേക്ക് നീങ്ങണം, അങ്ങനെ ഓപ്പറേഷത്തിനായിട്ട് വരണം എന്ന് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പിന്നെ ആ ട്രീറ്റ്മെന്റ് ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയത്. അവിടുന്ന് ചേച്ചിയുടെ മോളാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത്. സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് വന്ന് നോക്കിയിട്ട് പറയാന്നായിരുന്നു. അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ട് അവിടെ എത്തിയത്. സാറിന്റെ ഒരു കഴിവ് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയെന്ന് പറയാനുള്ളൂ.